സ്റ്റുഡൻസ്, ഇന്ന് പ്ലെയിൻ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം തന്നെ 4ആയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ പാറ്റേൺ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം 4 ഇഞ്ചിൽ ഉള്ളിലോട്ട് മടക്കാം. എന്നിട്ട് 3 ഇഞ്ചാണ് നമ്മൾ സീം ഇട്ടത്. അപ്പോൾ 2.25 ഇഞ്ച് ഇതുപോലെ വീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് ബോട്ടം നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്രോച്ചിൻ്റെ ഏരിയയിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ. ഇനി അത് ഒരു സ്റ്റിച്ചും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ലെഗ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ മറ്റേ ലെഗ് പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിടാം. നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഏരിയ സ്റ്റിച്ച് ചെയ്യണം, ജോയിൻ ചെയ്യണം. അതിന് വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇതുപോലെ സൈഡ് തമ്മിൽ നല്ല വശവും യോജിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ ജോയിൻ ചെയ്തു പോകണം. അതുപോലെ ഒരറ്റത്ത് നമുക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ സീം കൊടുത്തില്ലായിരുന്നോ, അത് ലീവ് ചെയ്യണം. കാരണം നമുക്ക് നാട വെക്കാൻ ആ 2 ഇഞ്ച് ഭാഗത്ത് നമുക്ക് നാട വെക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ ഫോൾഡിങ് വരുന്നുണ്ട്. അപ്പം ആ 2 ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു പോകാൻ. 1/2 ഇഞ്ചിലാട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ക്രോച്ചിൻ്റെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് 2 സ്റ്റിച്ചോ 3 സ്റ്റിച്ചോ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഓപ്പണിങ് വരുന്ന ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത്, ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് ഇതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നാട ഇടാനുള്ള ഇത് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ആദ്യം ഒരു മടക്കുക, വീണ്ടും ആദ്യം 1/4 ഇഞ്ചിൽ മടക്കുക, എന്നിട്ട് 1 ഇഞ്ചിൽ മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തെ അറ്റത്ത് എൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പ്ലെയിൻ സൽവാറിൻ്റെ സ്റ്റിച്ചിങ്ങിലുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.